സോഷ്യൽ മീഡിയയിൽ ഫാൻസ് ഉണ്ടാക്കാൻ പോകുന്ന ഉപ്പയായിരിക്കും നോറയുടെ ഉപ്പ എന്നാണ് എനിക്ക് തോന്നുന്നത്. നോറയുടെ ഉപ്പ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ മകളെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവിടെ പറയുന്നുണ്ടായിരുന്നു. സത്യത്തിൽ ഉമ്മ പറയുന്ന കേട്ടപ്പോൾ അയ്യോ എന്ന് തോന്നിപ്പോകുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. മോള് സോഷ്യൽ മീഡിയയിലേക്ക് വന്ന സമയത്ത് മോളെ കൊണ്ടുപോയിട്ട് ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് ഡോക്ടറെ കൊണ്ട് കാണിച്ചെന്ന് അവിടെ ഉമ്മ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവളുടെ വാശിക്ക് നിന്നുകൊടുത്തുകൊണ്ട് മൊബൈൽ വാങ്ങിച്ചു കൊടുത്തു ഉപ്പ അറിയാതെയെന്ന്. പക്ഷേ ഉപ്പയ്ക്ക് മകള് സോഷ്യൽ മീഡിയയിൽ വരുന്നത് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഉപ്പ അതിനൊരു റീസൺ പറഞ്ഞു. ആ റീസൺ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റിയൊരു കാര്യമല്ല. ഉപ്പയുടെ ആഗ്രഹം മകള് നല്ലൊരു പൊസിഷനിൽ എത്തണം എന്നാണ്. അവളുടെ പേരിൽ അറിയപ്പെടണം, അവളുടെ പേരിൽ അറിയണം, അത് IAS എടുക്കണം മകൾ എന്നുള്ളതാണ് ഉപ്പയുടെ ഏറ്റവും വലിയ ആഗ്രഹം. അത് IAS എന്നുള്ള പൊസിഷൻ ആഗ്രഹിച്ചിട്ടല്ല, അവൾ നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് അവളുടെ ഉപ്പ എന്ന പേരിൽ അറിയപ്പെടണം, വിദ്യാഭ്യാസം വേണം. എനിക്ക് ഒട്ടും വിദ്യാഭ്യാസമില്ല എന്ന് ഉപ്പ പറയുന്നുണ്ട്. അപ്പോൾ അവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം മാക്സിമം, അവൾ അത്രയും നന്നായി പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് എന്നാണ് ഉപ്പ അവിടെ പറയുന്നത്. അവിടെ ഉമ്മ പറയുന്നുണ്ട് LKG UKG കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്കാണ് നോറയെ പിന്നീട് കൊണ്ട് ചേർത്തതെന്ന്. ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പോലും പഠിച്ചിട്ടില്ല. അത്രയും ബ്രില്യൻ്റ് ആയിരുന്നു നോറ എന്നുള്ളത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു 4-5 വർഷം നിലനിൽക്കുന്ന ഒന്ന് മാത്രമാണെന്നാണ് ഉപ്പ അവിടെ പറഞ്ഞത്. ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ അത് ശരിയല്ലേ? ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ 4-5 വർഷമൊക്കെ പിടിച്ചു നിന്ന് പിന്നെ പുതിയൊരാൾ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നിന്ന ആൾക്കാർ ചിലപ്പോൾ അതിന് മുമ്പുള്ള ആൾക്കാർ ചിലപ്പോൾ താഴേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് ഉപ്പ അവിടെ എടുത്തു പറഞ്ഞ കാര്യം. ആർക്കും അവിടെ ഒരു സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം അല്ല ഈ സോഷ്യൽ മീഡിയ എന്നുള്ളത്. പക്ഷേ ഒരാൾ പഠിച്ച് ജോലി നേടിക്കഴിഞ്ഞാൽ അത് ഒരാൾക്കും തള്ളിക്കളയാനായിട്ട് കഴിയില്ല. അത് അവൾ നേടണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടാണ് ഞാൻ അവളെ പലപ്പോഴും എതിർത്ത് നിന്നിട്ടുള്ളത്. അവൾക്ക് ഭയങ്കര വാശിയാണ്. അവൾ വാശി കാണിക്കുമ്പോൾ അതിലപ്പുറം വാശി ഞാനും കാണിച്ചിട്ടുണ്ട്. അവൾ പറഞ്ഞിട്ടില്ല അവളുടെ വീട്ടിലോട്ട് ഞാൻ കയറിയിട്ടില്ല എന്നുള്ള കാര്യം. ഇപ്പോഴും ഞാൻ കയറിയിട്ടില്ല. അതിലെനിക്കൊരു കുറ്റബോധം തോന്നുന്നില്ല. ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് ചെയ്യാത്തത് എന്നാണ് ഉപ്പ അവിടെ പറഞ്ഞത്. അവൾ IAS എന്നുള്ള ഒരു സ്വപ്നം എനിക്ക് സാധിച്ചു തന്നാലേ അവൾ ആ വീട്ടിലേക്ക് ഞാൻ കയറുള്ളൂ എന്നൊരു കാര്യവും ഉപ്പ അവിടെ പറയുന്നുണ്ടായിരുന്നു. മകളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുള്ള ഒരു അച്ഛൻ, അതാണ് എനിക്ക് തോന്നിയൊരു കാര്യം. പക്ഷേ ഇപ്പോൾ മകളെക്കുറിച്ച് കുറ്റങ്ങളൊന്നും പറയുന്നില്ല. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മകൾ വരുമ്പോൾ ഒട്ടും ഇഷ്ടമില്ലാതെ വിട്ടിട്ടും ആ ഉമ്മയും അവിടേക്ക് വന്ന് മകളെ സ്വീകരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. നോറയെ അംഗീകരിച്ചു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവും അത് തന്നെയാണ്. 10ൽ പഠിക്കുന്ന സമയത്ത് വാശി പിടിച്ചിട്ട് അവിടെ പഠിക്കാണ്ടിരുന്നതും പിന്നീട് വാങ്ങിച്ചു കൊടുക്കാം ഒരു കാര്യമെന്ന് പറഞ്ഞപ്പോൾ ഒരാഴ്ച കൊണ്ട് പഠിച്ചിട്ട് നല്ല മാർക്ക് വാങ്ങിയതും ഉപ്പ അവിടെ പറയുന്നുണ്ടായിരുന്നു. പലപ്പോഴും ഇവൾ കാര്യങ്ങൾ സാധിച്ചിരുന്നത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ്. ഞാൻ IAS കോച്ചിങ്ങിന് പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണെന്ന് പറഞ്ഞതും, ഈ 10ാം ക്ലാസ്സിൽ ബ്ലാക്ക് മെയിൽ ചെയ്തു പഠിക്കുന്ന കാര്യത്തിൽ എന്നൊക്കെ പറഞ്ഞതും അവിടെ നോറയ്ക്ക് ഭയങ്കര വിഷമായി. നോറ അത് ഉപ്പേരെ അടുത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, അല്ല ഉപ്പേരെ വിഷമാണ് ഉപ്പ പറഞ്ഞത്, നീ അത് മനസ്സിലാക്ക്. ബ്ലാക്ക് മെയിൽ ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല ഉപ്പ അത് പറഞ്ഞത്. ഉപ്പനെ നീ പറ്റിച്ചിട്ടില്ലേ ചെറുതായിട്ടെങ്കിലും, അതാണ് ഉപ്പ ഉദ്ദേശിച്ചതെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നു മനസ്സ് തുറന്ന് സംസാരിച്ച ഒരു ഉപ്പയായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഉപ്പ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് നോറയുടെ അടുത്ത്, ഞാൻ വരണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് വെച്ചാൽ സത്യങ്ങൾ വിളിച്ച് പറഞ്ഞതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോറയ്ക്ക് ഇല്ല എന്നാണ് നോറ മറുപടി പറഞ്ഞത്. അപ്പൊ എനിക്ക് തോന്നുന്നു വളരെ സത്യസന്ധമായിട്ട് അവിടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ ഒരു ഉപ്പയായിട്ടാണ് എനിക്ക് തോന്നിയത്.